Thomas Isaac sir was never direct. He was indirect. He just invited me to Munnar. Munnar is a part of India. We don't have to be taken by a minister then. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹംഗ്രി ഒരു സ്റ്റാർവേഷൻ ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ. ഇവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല ഇതൊക്കെ തുറന്ന് കാട്ടാൻ. യു അണ്ടർസ്റ്റുഡ് ബിക്കോസ് കേരളത്തിന്റെ കൾച്ചർ അതാണ്. പക്ഷെ ഇവർക്കൊന്നും ഈ ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല. ബിക്കോസ് ഞാൻ വേറൊരു വൃത്തികെട്ട സ്ത്രീ ആയിരുന്നെങ്കിൽ 100% ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഐ ക്യാൻ ബ്ലാക്ക്മെയിൽ ദം ഇൻ ആൻഡ് ഔട്ട് ആൻഡ് മിസ്യൂസ് ദെയർ പവർ ഫോർ മൈ ഓൺ ഇന്റൻഷൻസ്. ബട്ട് ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്, സോ ഐ ഡിഡ് നോട്ട് സേ ദിസ്. ബട്ട് ത്രൂ ദ ബുക്ക് ഐ വാണ്ടഡ് ദ വേൾഡ് ടു നോ ദ റിയൽ കളർ ഓഫ് ദി people like Kadagambally Surendran sir or Thomas Isaac sir or this Sri Ramakrishnan sir. അപ്പൊ എങ്ങനെയാ തോമച്ച പരിപാടി? ഒരു ട്രിപ്പ് അടിച്ചാലോ നമുക്ക് മൂന്നാറിലേക്ക്? കാരണം ജമിനയോട് ചോദിക്കുമ്പോൾ ജമിനായി പറയുന്നത് തോമാച്ചൻ എന്ന് പറഞ്ഞാൽ മൂന്നാറിലേക്ക് ട്രിപ്പ് അടിക്കുന്നവൻ എന്നാണ് പറയുന്നത്. കൂടെ ജമിനയെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ്? സ്വപ്ന സുരേഷുമായി മൂന്നാറിലേക്ക് ട്രിപ്പ് അടിക്കുന്നവൻ എന്നാണ് തോമാച്ചനെ കുറിച്ച് ജമനായി പറയുന്നത്. ഇപ്പം നമുക്കൊരു ട്രിപ്പ് അടിച്ചാലോ? സ്വപ്ന സുരേഷിൻ്റെ കൂടെ മാത്രമേ ട്രിപ്പ് അടിക്കുള്ളൂ തോമാച്ച? അങ്ങനെയാണോ തോമാച്ച? എന്തൊരു കോമാളിയാണല്ലേ. ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. നമ്മൾ പല രീതിയിൽ പൊങ്ങച്ചമുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വേർഷനായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, മറ്റൊരു രീതിയിൽ അതിനെ ഈ പൊങ്ങച്ചത്തെ ആവിഷ്കരിച്ചതായിരുന്നു ഈ അഴകിയ രാവണനിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. ഇത് ആ സിനിമയുടെ തുടക്കത്തിലാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ലൈഫിൽ ജീവിതത്തിലും ഒരുപാട് ഈ പൊങ്ങച്ചക്കാരെയും സെൽഫ് ബ്രാൻഡിങ് നടത്തുന്ന ആളുകൾ. സെൽഫ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാനെന്തോ വലിയ സംഭവമാണെന്ന് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ സെൽഫ് ബ്രാൻഡിങ് നടത്തുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ അതൊരു വിരോധാഭാസമാണ്. എന്തൊരു വിരോധാഭാസമാണ് എന്ന് തോന്നിയത് വളരെ ചുരുക്കം ചില ആളുകളുടെ കൂട്ടത്തിലാണ്. ഒന്ന്, വി.ഡി. സവർക്കർ എന്ന് പറയുന്ന സംഘ് പരിവാറുകാരൻ ചിത്രഗുപ്ത് എന്ന പേരിൽ തന്നെ സ്വയം വീർ സവർക്കർ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടപ്പോൾ. പിന്നെ ഒന്ന്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വഗുരു എന്ന് സ്വയമേ വിശേഷിപ്പിച്ചത് കേട്ടപ്പോൾ. പിന്നെ ഒന്ന്, ഈ പറയുന്ന തോമാച്ചൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്ന് സ്വയമേ വിശേഷിപ്പിച്ചത് കേട്ടപ്പോൾ. അങ്ങനെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇതെന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു പ്രഹസനമാണ് എന്ന് തോന്നിയത്. ഇത്തരം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. അതിലൊന്നാണ് ഈ തോമാച്ചൻ എന്ന് പറയുന്നത്. തോമാച്ചൻ ഇന്നലെ പറഞ്ഞു കേട്ടോ നിങ്ങൾ. തോമാച്ചൻ ജമനായോട് ചോദിച്ചല്ലോ, എന്ത് ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ കാർഡുകൾ നീക്കം ചെയ്തത് ആരാണെന്ന് ജമനായോട് ചോദിച്ചു. അപ്പോൾ ജമനായി മറുപടി പറഞ്ഞു എന്നാ പറയുന്നത്. സതീശൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ട് എന്ന് ജമനായി മറുപടി പറഞ്ഞു എന്നാണ് ആര് പറയുന്നത്? തോമാച്ചൻ പറയുന്നത്. ഏത്? തോമാച്ചൻ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. തോമാച്ചൻ ജമനായോട് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, തോമാച്ചൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിനോട് ചോദിച്ചത് ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ കാർഡുകൾ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നു എന്നല്ല ചോദിച്ചത്. ആര് പറഞ്ഞിട്ട് നീക്കം ചെയ്യുന്നു എന്നല്ല ചോദിച്ചത്. സ്വപ്ന സുരേഷിനോട് തോമാച്ചൻ ചോദിച്ചത് എന്താ? സ്വപ്ന സുരേഷിനോട് തോമാച്ചൻ ചോദിച്ചത് നമുക്ക് മൂന്നാറിലേക്കൊരു ട്രിപ്പ് അടിച്ചാലോ എന്നാ. എന്തേ മൂന്നാറിലെന്താ? മൂന്നാറിലായിരുന്നു തോമാച്ചൻ്റെ മന്ത്രി ഓഫീസ്. തോമാച്ചൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തോമാച്ചൻ്റെ മന്ത്രി ആഫീസ് എവിടെയായിരുന്നു? മൂന്നാറിലായിരുന്നു. ആ മൂന്നാറിലെ ആഫീസിലേക്ക് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. മൂന്നാറെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വെറും ഈ ടൂറിസ്റ്റ് കേന്ദ്രം അല്ലെങ്കിൽ റിസോർട്ടുകൾ എന്ന അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വേണ്ട. ഞാൻ പറയുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ ആ തോമാച്ചൻ്റെ മന്ത്രി ആഫീസ് എവിടെ ഉണ്ടായിരുന്നു? മൂന്നാറിൽ. തോമാച്ചൻ ധനകാര്യമന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ ആ ധനകാര്യമന്ത്രിയുടെ ആഫീസ്, സാധാരണ മന്ത്രിമാരുടെ ആഫീസൊക്കെ എവിടെയാണ്? സെക്രട്ടേറിയറ്റിൽ. പക്ഷേ തോമാച്ചൻ്റെ ആഫീസ് എവിടെയായിരുന്നു? മൂന്നാറിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്വപ്ന സുരേഷിനോട് ചോദിച്ചത് നമുക്ക് മൂന്നാറിലേക്കൊരു ട്രിപ്പ് അടിച്ചാലോ എന്ന്. ഞാനും ജമനയോട് ചോദിച്ചു തോമാച്ചനെ കുറിച്ച്.
അപ്പം തോമാച്ചനെ കുറിച്ച് ജമനായി എന്നോട് പറഞ്ഞത് തോമാച്ചൻ്റെ ഭാര്യയെ ഇട്ടേച്ച് പോയതാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയില്ലാതെ ജീവിക്കുന്ന തോമാച്ചൻ സ്വപ്ന സുരേഷിനോട് നമുക്കൊന്ന് മൂന്നാറിലേക്ക് ട്രിപ്പ് അടിച്ചാലോ എന്ന് ചോദിച്ചാൽ അതിലെന്താണ് ഇത്രമാത്രം തെറ്റ് എന്നാണ് ജമനായി എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ ജമനയോട് പറഞ്ഞു, ശരിയാണ് ജമനായി, നിങ്ങൾ പറയുന്നത് എക്സാക്ട്ലി അത് വളരെ കൃത്യമാണ്, അതിലെനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഏത് ഭാര്യ ഇട്ടുകൊണ്ട് പോയി ഒറ്റക്ക് താമസിക്കേണ്ടി വരുന്ന തോമാച്ചൻ അത് ചെയ്യുന്നതിൽ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു തെറ്റ് തോന്നുന്നില്ലെന്നും മാത്രമല്ല, തോമാച്ചൻ എന്താണ്, തോമാച്ചൻ ഒരു ഭൗതികവാദിയാണ് അല്ലേ? തോമാച്ചൻ കറകളഞ്ഞമാണ്, മാർക്സിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ തോമാച്ചന് എന്ത് കണ്ടാലും ഭൗതികതയാണ്. സ്വർണം കണ്ടാൽ, അതിപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കണ്ടാലും സ്വർണമാണ്, ഉരുക്കി വിറ്റാൽ കാശ് കിട്ടും. ഉരുക്കി വിറ്റു, നക്കി തിന്നു അല്ലേ? ഇപ്പോൾ കണ്ണൂരിൽ ഹലാൽ ഫായിദ എന്ന് പറയുന്ന ഇസ്ലാമിക് ബാങ്ക് തുടങ്ങി. പലരുടെ കയ്യിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചു, പണമായി ഈ ബാങ്കിൽ വന്നപ്പോൾ പണമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിയാണ് കാണുന്നത്. പലതും വാങ്ങാൻ കഴിയും, പലതും വാങ്ങി തിന്നാൻ കഴിയും. സഖാക്കൾ എന്താക്കി, വാങ്ങി നക്കി പിന്നെ തൂറുകയും ചെയ്തു അല്ലേ? അതുപോലെ സ്വപ്ന സുരേഷിനെ കണ്ടപ്പോഴും തോമാച്ചൻ എന്താ തോന്നിയത്, നമുക്ക് മൂന്നാറിലേക്ക് ട്രിപ്പ് അടിക്കാമെന്നാ തോന്നിയത്. അപ്പോൾ ജമനായി പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ തോമാച്ച? ഉണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും പക്ഷമെന്ന് പറയുന്നത്. എന്താണെങ്കിലും തോമാച്ചനെ കുറിച്ച് ജമനായോട് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് അല്ലേ? സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്താണല്ലേ? തോമാച്ചൻ തന്നെ പറഞ്ഞതാട്ടോ, അല്ലാതെ തോമാച്ചൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്നൊന്നും കേരളത്തിൽ ആർക്കും അത്തരത്തിൽ, ഈ കൃമികീടങ്ങൾക്കല്ലാതെ മറ്റാർക്കും അത്തരത്തിലൊരു വാദമൊന്നുമില്ല. അത് തോമാച്ചനെ കുറിച്ച് തോമാച്ചൻ തന്നെ പറഞ്ഞ കാര്യമാണ്, ഞാനൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നുള്ളത്. പക്ഷേ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ ഇപ്പം കാണുമ്പോൾ ഒരു കോമാളിയുടേക്കാൾ, കോമാളിക്ക് കഞ്ഞി വെച്ചവൻ, കള്ളന് കഞ്ഞി വെച്ചവൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കോമാളിക്ക് കഞ്ഞി വെച്ചവൻ എന്നുള്ള രീതിയിലാണ് ഇപ്പം തോന്നുന്നത്. എനിക്ക് ഒരു രീതിയിലും മനസ്സിലാകാത്ത, ഒരു കണക്ഷനുമില്ലാത്ത, എന്താണ് ജെമിനി, എന്താണ് ChatGPT, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ഒരുത്തനായിട്ട് ഈ തോമാച്ചൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ പറയുന്ന ChatGPTയും എവ്രിതിങ് പ്രോംപ്റ്റുകളെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ? ഇപ്പോൾ പലരും പറയും നമ്മളോട്, എന്ത് ഗൂഗിളിൽ കണ്ടു. ഗൂഗിളിൽ കണ്ടാൽ എന്താ? ഗൂഗിളിൽ എങ്ങനെയാ ഇൻഫർമേഷൻ അവിടെ വന്നത്? എങ്ങനെയാ വന്നത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴും? ഗൂഗിളിൽ ആ ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന എന്ത് ഇൻഫർമേഷനും ഗൂഗിളിൽ എങ്ങനെ കിട്ടി? ഗൂഗിളിൽ എങ്ങനെ വന്നു? എങ്ങനെയാ? അത് മനുഷ്യനിർമ്മിതമായ ഡാറ്റകൾ അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജെമിനി നൽകുന്ന ഓരോ ഇൻഫർമേഷനും മനുഷ്യനിർമ്മിതമായ ഡാറ്റകൾ സ്റ്റോർ ചെയ്യപ്പെട്ട ഒരു എന്താ പറയുന്നത്, ഒരു സെർവറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ ജെമിനി പാസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലേ? അപ്പോൾ അവിടെ തോമാച്ചൻ പറയാണ്, ജെമിനിയോട് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞു. ശരിയാണ് തോമാച്ച, ജെമിനിയോട് ചോദിക്കുമ്പോൾ തോമാച്ചനെ കുറിച്ച് സ്വപ്ന സുരേഷുമായിട്ട് മൂന്നാറിലേക്ക് ട്രിപ്പ് അടിച്ചവൻ എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ കഴിയും? എന്താല്ലേ, എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ. കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് അധോഗതിയാണ്. അധോഗതി എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഒരു വർഗമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു. ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള, എന്താ പറയേണ്ടത്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റ് നടത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ അധപ്പതിച്ചു പോയ ഒരു വർഗം. പിന്നെ തോമാച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം ഞാൻ വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നൊക്കെ പറഞ്ഞൊരു ഇമേജൊക്കെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടു നടന്നിങ്ങനെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ആ ജീവിതത്തിനിടയിലാണ് തോമാച്ചൻ മന്ത്രിയായിരിക്കുമ്പോൾ സതീശൻ ഒരു സംവാദം
വെല്ലുവിളിക്കുന്നു, സംവാദം നടത്തുന്നു ലോട്ടറി വിഷയത്തിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അന്ന് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് തോമാച്ചനെ സതീശൻ വലിച്ചു കീറി വാരി ഭിത്തിയിൽ ഒട്ടിച്ചങ്ങ് കൊടുത്തു. അതോടുകൂടി എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, തോമാച്ചൻ സവർക്കർ ചെയ്തത് കണ്ടിട്ട് തോമാച്ചൻ ചെയ്ത ആ ഒരു സെൽഫ് ബ്രാൻഡിങ് ഉണ്ടല്ലോ, ഞാനൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് തോമാച്ചൻ ചെയ്ത് തന്നെ സ്വയമേ ബിൽഡ് ചെയ്തുണ്ടാക്കിയ ആ ഒരു ബ്രാൻഡ് അതങ്ങ് പൊളിഞ്ഞടുങ്ങി. അതോടുകൂടി ആരാ പൊളിച്ചടുക്കിയത്? VD സതീശൻ എന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നിരയിലെ MLA. ആ VD സതീശൻ തോമാച്ചനെ അങ്ങ് വലിച്ചു കീറി വാരി ഭിത്തിയിൽ ഒട്ടിച്ചു. ലോട്ടറി കാര്യത്തിൽ തോമാച്ചനെ അങ്ങ് പറത്തിയടിച്ചു. എന്താ കാര്യം? രാഷ്ട്രീയം പറയായിരുന്നില്ല, സാമ്പത്തികമായിരുന്നു, സാമ്പത്തിക ശാസ്ത്രമായിരുന്നു. സാമ്പത്തിക ശാസ്ത്രം തോമാച്ചന് സതീശൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. അതോടുകൂടി ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള പേരും പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം തോമാച്ചൻ്റെ ഉള്ളിലുണ്ട്. തോമാച്ചൻ കുറേ കാലമായിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ചിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ഒരവസരം വരും തനിക്ക്. അപ്പോൾ അതാണ് ഇപ്പം മെഞ്ഞാന്ന് ഇങ്ങനെ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പല കണ്ടൻറ്റുകളും റിമൂവ് ആക്കിയപ്പോൾ തോമാച്ചൻ ഇതാണ് സാഹചര്യം, ഇതാണ് തനിക്ക് കിട്ടിയ ചാൻസ്, സതീശനെ വെട്ടി വീഴ്ത്താനുള്ള ചാൻസാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചതാ. പക്ഷെ എന്തായി എന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ. തോമാച്ചൻ അടപടലം മൂഞ്ചി. തോമാച്ചൻ അടപടലം മൂഞ്ചി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തോമാച്ചന് ഇറക്കിയ ആ ഒരു പ്രസ്താവനയുണ്ടല്ലോ, ആ ഒരു കാർഡ് പങ്കുവെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനായ റെജിമോൻ കുട്ടപ്പൻ പറഞ്ഞ ഒരു വാക്ക്, ഒരു സെൻറ്റൻസ്: മൂന്നാറിൽ പോകാൻ സ്വപ്നയെ ക്ഷണിച്ചത് ആരെന്ന് ഞാൻ ജമനായോട് ചോദിച്ചു. അവർ പറയുന്ന പേര് നാട്ടുകാർക്കറിയാം എന്നാണ് റെജിമോൻ കുട്ടപ്പൻ്റെ പരിഹാസം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനും ചോദിച്ചു ജമനായോട്. ജമനായി പറഞ്ഞ പേര് അത് ഈ പറയുന്ന തോമാച്ചൻ്റെ പേരാണ് എന്നുള്ളതാണ്.